ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള കുക്കറിൻ്റെ വാഷറാണ് എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ഡെയിലി കുക്കർ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഞാനൊക്കെ ഡെയിലി കുക്കർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഷർ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എന്താ പറയുക, വാഷറിൽ നിന്ന് ലൂസായി പോകും. അതേപോലെ ഒരുപാട് യൂസ് ചെയ്ത കുക്കറിൻ്റെ വാഷറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇനി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാട്ടോ റെഡിയാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു ഐറ്റാട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കയറെടുത്തിട്ടുണ്ട്. ഈ വാഷറിൻ്റെ കൂടെ ഒരു കയറെടുത്തിട്ടുണ്ട്. ഈ കയറെടുത്തിട്ടുള്ളത് പ്രിൻറ്റഡിൽ വരുന്ന കയറാണ്, കോട്ടൻ്റെ പ്രിൻറ്റഡിൽ വരുന്ന കയറാണ്. ഈ കയറൊക്കെ ഇപ്പോൾ എല്ലായിടത്തിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ കുക്കറിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ, ആ ഉൾഭാഗത്തുനിന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ കയറിൻ്റെ അറ്റൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ ചൂടായതിന് ശേഷം തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഉൾഭാഗത്തേക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒട്ടിക്കോളൂ. പിന്നെ ഇതേപോലെ എവിടെയും കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഈ വാഷറിൻ്റെ ഫുള്ളായിട്ട് ഈ കയറിങ്ങനെ ചുറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, വിടവൊന്നും വരരുത് കേട്ടോ. ഗ്യാപ്പില്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ചുറ്റിയെടുക്കുക. ഈ വാഷറിൻ്റെ ബ്ലാക്ക് കാണാത്ത രീതിയിൽ ഫുൾ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഒട്ടിച്ചെടുക്കുക. ഒരുപാട് വലിച്ച് പിടിച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഇങ്ങനെ നിങ്ങൾക്ക് ഒട്ടിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്നത് കാണുമ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഒട്ടിക്കാനൊക്കെ വളരെ സിമ്പിളാട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും യൂസ്ഫുൾ ആണെന്ന് എന്താ പറയുക, എല്ലാവരുടെ വീട്ടിലും എല്ലാവർക്കും ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വാഷർ ലൂസായി പോയാലൊന്നും കളയണ്ട കേട്ടോ. അതിന് പറ്റിയിട്ടുള്ള അടിപൊളിയൊരു സൂത്രമാണ്. അപ്പം ഇത് ഫുള്ളായിട്ട് തന്നെ ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലുള്ള കയർ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് ഇതേപോലുള്ള കയറില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അതിലൊക്കെ കെട്ടുന്നൊരു പ്ലാസ്റ്റിക് കയറില്ലേ, അത് വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ചെയ്തതുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം കാണിക്കാം. ഇനിയിപ്പോൾ കയറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ വാഷർ വെച്ചിട്ട് വാഷറിൽ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നല്ല കോട്ടൻ്റെ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചുരുട്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ കയറാകുമ്പോൾ ഒന്നും കൂടി ഒരു ലുക്ക് വരും, അതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് തന്നെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയറ് ലാസ്റ്റേക്ക് വരുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് പോയിട്ടുണ്ട് തന്നെ. ആ ചുരുണ്ട് പോയതൊക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ നിവർത്തിയിട്ടാട്ടോ ഞാൻ എന്താ പറയുക ഒട്ടിച്ചു കൊടുക്കുന്നതല്ല, ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഷർ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാഷറാണെന്നൊന്നും പറയില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വാഷറാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി നമുക്കിതാ ഈ ഒരു വലിയൊരു വാഷറുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് വലിയ വാഷർ ചിലപ്പോൾ ഡെയിലി നമുക്ക് വലിയ വാഷറിൻ്റെ ഒരു യൂസേജ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ വാഷറിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്തതിന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയേ. എത്രയാണോ നമുക്ക് സൈസ് വേണ്ടത് ആ സൈസിനനുസരിച്ച് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ ഇങ്ങനെ ഒട്ടിച്ച പാടന്നെ എന്താ പറയുക, ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. അപ്പോഴേ അത് നല്ലതുപോലെ ഒട്ടിക്കിട്ടുള്ളേ. അപ്പോൾ ഞാനൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇത് നല്ലപോലെ ഒട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്ന് ടാപ്പും കൂടി ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ടാപ്പും കൂടി ചുറ്റി കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെ ഒന്നും ആവില്ല കേട്ടോ. പേടിക്കേണ്ട, അത് അഴിഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതേപോലെ ഒരു റൗണ്ട് തന്നെ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒട്ടിച്ചതിന് ശേഷം ടാപ്പും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടിനും ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടും ടാപ്പൊക്കെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഈ കയറുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇതിൽ കാണിക്കുന്നില്ലേ. അപ്പോൾ നേരത്തെ ചുറ്റി അതേപോലെ തന്നെ സെയിം അതേപോലെ തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മളെല്ലാം ചുറ്റിയെടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. വാഷറാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയോ? ഇല്ലല്ലോ. ഇനി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുമല്ലോ, അത് ഞാൻ പറയാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ പ്ലാസ്റ്റിക് കയർ വെച്ചിട്ടുണ്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പ്ലാസ്റ്റിക് കയർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇതും അടിപൊളി തന്നെയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എല്ലാത്തിനും ഒരേ യൂസേജ് തന്നെയാണ് കേട്ടോ.
അപ്പം ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ചൂടോടെ തന്നെ ടേബിളിലൊന്ന് ഇറക്കി വെക്കാൻ സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് അങ്ങനത്തെ ഒക്കെ വെക്കാറില്ലേ, എന്താ അതിന് പറയുക, സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് വെക്കാറില്ലേ, പാത്രങ്ങൾ ചൂടുള്ള പാത്രങ്ങൾ ടേബിളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ, അതേപോലെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുമ്പോൾ, അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ പാത്രം വെച്ചാൽ വീണ് പോകുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പാത്രമൊക്കെ ഒന്ന് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ചട്ടി ആയാലും ചെമ്പായാലും എല്ലാം നമുക്ക് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ചട്ടിയൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണൊന്നും പോവില്ല, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേപോലെയുള്ള പാത്രങ്ങളായാലും ഏത് പാത്രങ്ങളായാലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, എന്നാൽ പിന്നെ ടേബിളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ. ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ഒന്നല്ലല്ലോ. അപ്പോൾ ഇത് കാണാനും ഒരു ഭംഗിയാണ്. വാഷറാണെന്ന് ആരെങ്കിലും പറയുമോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വാഷറാണെന്ന്? ഇല്ലല്ലോ. അപ്പം ഇനി ഇതേപോലെയുള്ള വാഷറൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും മിക്ക വീട്ടിലും ഒരു വാഷറെങ്കിലും ഇതേപോലെ യൂസ് ചെയ്യാത്തത് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഇന്ന് തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, കയറില്ല എന്നുണ്ടെങ്കിൽ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തെടുക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതേപോലെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെന്താ, ഇതേപോലുള്ള വെറൈറ്റി ഐഡിയാസായിട്ട് ഇനിയും വരാട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.